ഇന്നത്തെ ദിവസം നമ്മൾ ഒരാളെ തീർച്ചയായും കണ്ടിരിക്കണം, പരിചയപ്പെട്ടിരിക്കണം. 80% ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ്. പക്ഷേ ആളത്ര ചില്ലറക്കാരനൊന്നുമല്ല. ആളൊരു ബോഡി ബിൽഡറാണ്, മോഡലാണ്, പാരാ ഗെയിമറാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ സജീവമാണ്. അപ്പോൾ ആളെന്ന് കണ്ടാലോ. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങുന്നിടത്ത് വിജയിക്കും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്പൈന ബൈഫിഡ എന്നൊരു കണ്ടീഷനാണ്. 86% ഡിസേബിൾഡ് ആണ് ബൈ ബർത്ത്. എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് സപ്പോർട്ട് കുറവാണ്. അതുപോലെ തന്നെ എനിക്ക് ബവൽ ആൻഡ് ബ്ലാഡർ കൺട്രോൾ ഇഷ്യൂസ് ഉണ്ട്. 12 വയസ്സ് വരെയൊക്കെ എന്നെ പാരൻസ് എടുത്തുകൊണ്ടാണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് വെയിറ്റ് വെക്കുക എന്നുള്ള സംഭവം വന്നപ്പോഴത്തേക്കും പാരൻസിന് അതൊരു ഡിഫിക്കൽട്ടായി തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് കൊല്ലത്തായിരുന്നു സെറ്റിൽ ചെയ്തത്. അപ്പം കൊച്ചിയിലേക്ക് ഇടയ്ക്കുള്ള യാത്രകളിൽ പാരൻസിനെ എന്നെ എപ്പോഴും എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് മെല്ലെ ഞാൻ പിടിച്ച് നടക്കുക എന്നുള്ള ശ്രമത്തിലേക്ക് പോയി പിടിച്ച് നടന്നു തുടങ്ങി. അങ്ങനെ എൻ്റെ സ്കൂളും കോളേജൊക്കെ അങ്ങനെ ഫ്രണ്ട്സിനെയും പാരൻസിനെയൊക്കെ പിടിച്ച് നടന്നുകൊണ്ട് പോയി. കോളേജെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീടിന് അടുത്തുള്ളൊരു ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്തു. അവിടെ പോകുമ്പോൾ എൻ്റെ ലക്ഷ്യം വേറെ ഒന്നും അല്ലായിരുന്നു. എനിക്കിപ്പം ഒരാളുടെ സപ്പോർട്ടോടെ നടക്കുന്ന എനിക്കൊരു വാക്കിംഗ് സ്റ്റിക്കിലെങ്കിലും നടക്കണം എന്നൊരാഗ്രഹമായിരുന്നു. ഒബിയസ്ലി എനിക്കത് പറ്റിയൊരു 2 മാസം കൊണ്ട് ഞാൻ വാക്കിംഗ് സ്റ്റിക്കിലേക്ക് മാറി. ആ 2-3 മാസം കൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ നടക്കുന്നത് ഞാൻ എന്തോ ഫേസ്ബുക്കിലെന്തോ കാണാണ്ടായി. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു. ആ വർഷം ഞാൻ മിസ്റ്റർ എറണാകുളമായി. അതും എൻ്റെ പാരൻസിനോട് പോലും പറയണ്ട, പാരൻസിനല്ല ആരോടും പറയാതെയാണ് ഞാൻ ജിമ്മിൽ ട്രെയിനറോട് പോലും പറയാണ്ടാണ് പോകുന്നതും പോയി അറ്റൻഡ് ചെയ്യുന്നതും വിൻ ചെയ്ത് വേദം. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, സ്റ്റേജിൽ കയറി നിൽക്കുക എന്നുള്ളൊരു സാധനം എന്നോടുള്ള പേടി കുറഞ്ഞു വന്നു. അതിനുശേഷം ഒരു വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ വീണ്ടും മിസ്റ്റർ എറണാകുളം കോമ്പറ്റീഷൻ വന്നു. അത് വിൻ ചെയ്തു. അതിനുശേഷമാണ് അപ്പോൾ എനിക്ക് എൻ്റെ ബോഡിനോട് എനിക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി, മോഡലിങ്ങിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ആസ് എ എന്താ പറയുക, ഷോ സ്റ്റോപ്പറായിട്ട് എനിക്കൊരു 10-15 ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഷോ സ്റ്റോപ്പറായിട്ട് മാത്രമാണ് എല്ലായിടത്തും ഇറങ്ങുന്നത്, എനിക്കൊരു മോഡലായിട്ട് എവിടെയും ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനൊരു ചിന്തയിൽ നിന്ന് ഞാൻ ഒരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ദ മെറിബെല്ലാസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഞാനായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് പാരാ ഗെയിംസിലോട്ട് ഇറങ്ങി. കേരള സ്റ്റേറ്റ് പാരാ ഗെയിംസിൽ 3 മെഡൽ വിന്നറാണ്. അണ്ടർ വാട്ടർ സ്കൂബ ചെയ്തിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റത്തെ ഡിസേബിൾഡ് പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്കൊരു 4 റെക്കോർഡുണ്ട്. സീയിലൊരു സ്കൂബ ഡൈവിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഒരു സ്കൈ ഡൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുവോ അവിടെ നിന്ന് തുടരുക. കാരണം പരിമിതികൾ ശരീരത്തിനാണ്, മനസ്സിനോ സ്വപ്നത്തിനോ അല്ല. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹാമൾ നേടാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.